ക്വസ്റ്റ്യൻ നമ്പർ 9th ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചോദ്യം ആക്ച്വലി വേവ് ലെങ്ത് തന്നിട്ട് ഫ്രീക്വൻസിയും എനർജി അതിൻ്റെ ഓർഡറൊക്കെയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, എളുപ്പമുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ എ, അതായത് ഒരാളുടെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, എത്ര 400 നാനോമീറ്റർ. അടുത്ത ഫോട്ടോൺ ബിയുടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്നാൽ എങ്ങനെയാ വേവ് ലെങ്ത് കണ്ടുപിടിക്കുക? വേവ് ലെങ്ത് ഓഫ് ബി നമുക്ക് ന്യൂ സി ഈക്വൽ ടു സി ബൈ ലാംഡ. ലാംഡ സി ഈക്വൽ ടു സി ബൈ ന്യൂ. ലാംഡ സി ഈക്വൽ ടു സി ബൈ ന്യൂ. സി എത്ര നമുക്ക് എല്ലാവർക്കും അറിയാം, 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ബിയുടെ ഫ്രീക്വൻസി വന്നിട്ടുണ്ട് 10⁻16 ആണ്. ഇത് ഇതെന്താ കിട്ടുകയെന്ന് അറിയോ? 30 × 10⁻9 എഴുതി വെക്കാൻ പറ്റും. അതായത് 30 നാനോമീറ്റർ. ഇത്രയും മീറ്റർ 10⁻9 മീറ്റർ ആണ് ഒരു നാനോമീറ്റർ. അപ്പോൾ 13 × 10⁻9 മീറ്റർ ആണ് 30 നാനോമീറ്റർ. അപ്പം വേവ് ലെങ്ത് ഓഫ് ബിയും കിട്ടി. ഇനി വേവ് ലെങ്ത് ഓഫ് സി കണ്ടുപിടിക്കണം. അതിനെന്ത് തന്നിട്ടുണ്ട്? വേവ് നമ്പർ തന്നിട്ടുണ്ട്. വേവ് നമ്പർ തന്നാൽ ഇങ്ങനെ 1/λ ആണ് വേവ് നമ്പർ. ഓക്കെ, 1/λ വേവ് നമ്പർ. അപ്പൊ ലാംഡ ഈക്വൽ ടു 1 വേവ് നമ്പർ. ഓക്കെ, 1 വേവ് നമ്പർ, 1 വേവ് നമ്പർ, അതായത് 1/10⁻14, അതായത് 10⁻⁴ സെന്റിമീറ്റർ. ഇത്രയും സെന്റിമീറ്റർ മീറ്ററിലോട്ട് എങ്ങനെ മാറ്റുക? ബൈ 100, അതായത് 10⁻6 മീറ്റർ കിട്ടും. 10⁻6 മീറ്ററിന് നമുക്ക് 1000 × 10⁻9 മീറ്റർ എഴുതി കൂടെ. 10⁻9 മീറ്റർ ആണ് ഒരു നാനോമീറ്റർ. അപ്പൊ 1000 × 10⁻9 മീറ്റർ ആണ് എന്ത്? 1000 നാനോമീറ്റർ. 1000 നാനോമീറ്റർ. അപ്പൊ ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ ആർക്കാ? ഇതല്ലേ, ഇതിലെ ഏറ്റവും വലിയ വാല്യൂ 1000 അല്ലടാ. ഇത് 400 ആണ്, ഇത് 30 ആണ്, ഇത് 1000. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ആൾക്കാണ്. അപ്പൊ വേവ് ലെങ്ത്തിന്റെ ഓർഡർ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സിക്കാണ്. പിന്നെ ആർക്കാ? പിന്നെ 400, പിന്നല്ല 30 വരുള്ളൂ. അപ്പൊ പിന്നെ ലാംഡ എ, പിന്നെന്താ ലാംഡ ബി. ചോദ്യം വേവ് ലെങ്ത്തിന്റെ ഓർഡർ ആണോ? അല്ല. പിന്നെ എന്തിന്റെ ഓർഡറാ? എനർജിയുടെ ഓർഡറാ. നമുക്കറിയാം എനർജി ഈക്വൽ ടു എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് സി ന്യൂ ബാർ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. എനർജിയും ഫ്രീക്വൻസിയും വേവ് നമ്പറും ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ല, വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനല്ല. അപ്പൊ ഇത് വേവ് ലെങ്ത്തിന്റെ ഓർഡർ ആണെങ്കിൽ വേവ് ലെങ്ത് കൂടുതലുള്ളവന്റെ എനർജി കുറവായിരിക്കും. വേവ് ലെങ്ത്തും എനർജി നമ്മളുടെ പ്രൊപ്പോർഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനല്ല, ഒന്ന് കൂടും മറ്റൊന്ന് കുറവായിരിക്കും. അപ്പൊ ഇയാൾക്കാണ് ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ, ഇയാൾക്കാണ് ഏറ്റവും വേവ് ലെങ്ത് കുറവ്. വേവ് ലെങ്ത് കുറവുള്ള ആളുടെ എനർജി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ എനർജിയുടെ ഓർഡർ ചോദിക്കുമ്പോൾ BAC ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാം. ചോദ്യം അതാ, എനർജിയുടെ ഓർഡറാണ് ചോദ്യം. അപ്പൊ വേവ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് വേവ് ലെങ്ത്തിന് നേരെ തിരിച്ചുള്ള ഓർഡറാണ് എനർജിയുടെ ഓർഡർ. അപ്പൊ ഓപ്ഷൻ 2 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം.